ഇനി നമുക്ക് കേസിൽ അതിഥിയിലേക്കാണ്. ഇന്ന് ഒപ്പം ചേരുന്നത് അത്ഭുത യൗവനമായി മുംബൈ ഇന്ത്യൻസ് ടീമിന് വേണ്ടി IPL കളിച്ച മലയാളികളുടെ അഭിമാനം വിഘ്നേഷ് പുത്തൂരാണ്. കേസിലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് വേണ്ടിയാണ് വിഘ്നേഷ് കളിക്കുന്നത്. VS കൃഷ്ണരാജിനൊപ്പമുണ്ട് വിഘ്നേഷ് പുത്തൂർ. കൃഷ്ണരാജ്, ആ വിശേഷങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. 2 വർഷം മുമ്പ് മലയാളികൾ അന്വേഷിച്ചു കണ്ടെത്തിയ ഒരു ക്രിക്കറ്റ് താരമുണ്ട്, വിഘ്നേഷ് പുത്തൂർ. സാക്ഷാൽ ധോണിയുടെ ചെന്നൈക്കെതിരെ 3 വിക്കറ്റ് നേടിയ മുംബൈ ഇന്ത്യൻസിൻ്റെ ആ സൂപ്പർ സ്പിന്നർ ഇപ്പോൾ നമുക്കൊപ്പം ഈ പ്രഭാതത്തിൽ ഒപ്പം ചേരുകയാണ്. വിഘ്നേഷ്, ഒരുപക്ഷെ കേരള ക്രിക്കറ്റ് ലീഗിൽ ഏറ്റവും കൂടുതൽ മികവ് കാട്ടിയതിൽ IPL വരെ എത്തിയ ഒരു താരമാണ് വിഘ്നേഷ്. കേരള ക്രിക്കറ്റ് ലീഗ് കളിക്കാൻ ഇപ്പോൾ ഒരുപാട് താരങ്ങൾ, പുതിയ കുട്ടികൾ എത്തുന്നുണ്ട്, യുവാക്കൾ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ അനുഭവം പറഞ്ഞു തുടങ്ങാം എന്ന് തോന്നുന്നു. കേരള ക്രിക്കറ്റിലൂടെ ഉണ്ടായ വളർച്ച എന്താണ്? തീർച്ചയായും ഈ വളർച്ചയുടെ മെയിൻ കാരണം KCLൻ്റെ ഈ ടൂർണമെൻറ്റ് കാരണം തന്നെയാണ്. അതിന് KCLോട് വളരെ താങ്ക്സ് പറയണു. അതുപോലെ തന്നെ കുറേ നല്ല പ്ലേയേഴ്സിനെ പറ്റിയൊരു വേദിയാണിത്, അവരെ പെർഫോമൻസ് കാഴ്ചവെച്ച് മുകളിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴായാലും പല ഡ്രസ്സിംഗ് റൂമിലായാലും ഒരു സംസാരം വരുന്നുണ്ട് KCL മീൻസ് നമ്മുടെ കേരളത്തിലെ ടാലൻസിനെ കുറിച്ചിട്ട്. സഞ്ജോട്ടൻ പറഞ്ഞാൽ ശരി തന്നെയാണ്, പലരും ഉറ്റുനോക്കി കാണുന്ന ടൂർണമെൻറ്റാണിത്. അപ്പോൾ പല പേർക്കും അവിടെ എത്താൻ പറ്റട്ടെ എന്ന് ആയിരിക്കുന്നു. വിഘ്നേഷ്, ഒരുപക്ഷെ അന്ന് കോച്ചസിൻ്റെ പിന്തുണ ഉറപ്പായും നമ്മൾ എടുത്തു പറയണം. എങ്കിലും വിഘ്നേഷിലെ ബൗളറെ ഒരു കണ്ടെത്തിയ ഒരു താരമാരെന്ന് ചോദിച്ചാൽ ഹർദിക് പാണ്ഡ്യയാണ് എന്നെനിക്ക് തോന്നുന്നു. ഹർദിക് വിഘ്നേഷിൻ്റെ പന്തേറ് കണ്ടിട്ട് ഈ പയ്യൻ കൊള്ളാം, ഒന്ന് നോട്ട് ചെയ്തോളൂ എന്ന് മുംബൈ ക്യാമ്പിനോട് പറയുന്നതായി കേട്ടിട്ടുണ്ട്. ശരിയാണോ? തീർച്ചയായും. അന്നൊരു ദിവസം ഹർദിക് പാണ്ഡ്യ ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ആദ്യ മത്സരം ഓർമ്മയുണ്ടോ ഇപ്പോൾ? അതായത് മുംബൈ ഇന്ത്യൻസ് വെസസ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറഞ്ഞാൽ അതാണ് കളി. IPL ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്നൊരു മത്സരമാണ്. ആ 3 വിക്കറ്റുകളൊന്ന് ഓർത്ത് പറയാമോ? തീർച്ചയായും. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് മാച്ച്. അപ്പോൾ ക്യാപ്റ്റൻ്റെ വിക്കറ്റ് എടുക്കാൻ പറ്റി, ബ്രേക്ക് ത്രൂ ആയി ടീമിന്. പിന്നെ ദൂബെ, ഹൂഡ എല്ലാവരും വിക്കറ്റ് എടുക്കാൻ പറ്റിയത് ടീം ഭയങ്കര ഹെൽപ്പ് ചെയ്യാൻ പറ്റി. പക്ഷേ നമുക്ക് ജയിക്കാൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയത് സന്തോഷം. കളി കഴിഞ്ഞ ശേഷം ഒരാൾ വന്ന് തോളത്ത് തട്ടി കൊള്ളാമട എന്ന് പറഞ്ഞു. ആരാണ്? എന്തായിരുന്നു അനുഭവം? ധോണി ബൈ വന്നിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒന്ന് പറയുന്നു. പക്ഷേ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളെല്ലാവരും ഡ്രീമായിരുന്നു അത്. അപ്പോൾ എനിക്കത് സാധിക്കാൻ പറ്റി, വളരെ സന്തോഷം. കേരള ടീമിൽ കളിക്കാതെ ഒരു ചെറുപ്പക്കാരൻ IPLലേക്ക് പോവുകയാണ്, അങ്ങനെയല്ലേ? ആ യാത്ര ഒന്ന് ഓർത്ത് പറയും. സീനിയർ ടീം കളിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രഷർ അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു ആദ്യം. പക്ഷേ മുംബൈ പോലെ ടീം നല്ല എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ എനിക്കായാലും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഫസ്റ്റ് മാച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റും പിന്നെ അത്ര സപ്പോർട്ട് ചെയ്യാൻ ടീം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഒന്നും ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ എപ്പോഴും അരങ്ങേറ്റം ഗംഭീരമാക്കും വിഘ്നേഷ്. IPL അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റ് എടുക്കുന്നു. ഇനി വിജയ് ഹസാരെ ട്രോഫിയിലേക്ക് വന്നാൽ മറ്റൊരു റെക്കോർഡാണ്, ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുത്ത താരം. അത് വലിയൊരു ലോക റെക്കോർഡാണ്. ജോണ്ടി റോഡ്സ് പോലും ആ റെക്കോർഡിന് പിന്നിലാണ്. 6 ക്യാച്ചുകൾ ഒരു മത്സരം ത്രിപുരയ്ക്കെതിരെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ, കേരളത്തിന് വേണ്ടി അല്ലേ? യെസ്, അതെ. ഫസ്റ്റ് മാച്ച് വിജയ് ഹസാരെ. അപ്പോൾ അന്ന് മിക്ക ആഴ്ച എൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാം എടുക്കാൻ പറ്റിയ റെക്കോർഡൊന്നും അറിയണ്ടായിരുന്നില്ല. മാച്ച് കഴിഞ്ഞിട്ടാണ് മാനേജർ പറഞ്ഞ റെക്കോർഡായിരുന്നൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും വലിയൊരു മോഡലാണ് വിഘ്നേഷ് പുത്തൂർ. കാരണം കേരള ടീമിൽ കളിക്കാതെയും IPL എത്താം. മാത്രമല്ല കേരള ക്രിക്കറ്റ് ലീഗ് നൽകുന്ന പിന്തുണയിൽ ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറുന്നു. ഇന്ത്യ മുഴുവൻ സെർച്ച് ചെയ്യുന്ന ഒരു പ്ലെയറായി മാറുന്നു. പുതിയ കുട്ടികളോട്, യുവാക്കളോട് എന്താണ് പറയാനുള്ളത്? ശരി, പുതിയ കുറേ പേര് ക്രിക്കറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും. മീൻസ് കുറേ ആൾക്കാർ വീണ്ടും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ക്രിക്കറ്റ്. ഇപ്പോൾ കാണുമ്പോൾ വളരെ സന്തോഷം. ഇപ്പോൾ KCLായാലും പല ആൾക്കാരും ഇപ്പോൾ ഇത്ര വയസ്സായിട്ട് ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരായാലും. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമുക്ക് പല സിറ്റുവേഷനുകളും വരും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഫിനാൻഷ്യലായാലും പല കാര്യങ്ങളായാലും. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് മനസ്സിലാവും പല പ്രശ്നങ്ങളും. പക്ഷേ വിട്ടുകൊടുക്കാൻ കളിച്ചാൽ സ്വാഭാവികമായിട്ട് എത്തും വിചാരിക്കണം, നല്ലൊരു വിഷൻ ഉണ്ടെങ്കിൽ. ഏതായാലും ഹാപ്പി ഓണം. മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഏതായാലും ഈ കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3 തുടങ്ങുന്നതിൻ്റെ തലേന്ന് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് പ്ലെയറായ സച്ചിൻ ബേബി വാർത്താസമ്മേളനം നടത്തിയ ഒരു കാര്യം പറഞ്ഞു. പുതിയ കാലത്തെ കുട്ടികൾക്ക്, യുവാക്കൾക്ക് സജീവമാകാൻ എല്ലാ മത്സരങ്ങളും കളിച്ച് എല്ലാ വേദികളും കീഴടക്കി വരണമെന്നില്ല. ഒരൊറ്റ മത്സരം മതി ഒരാളുടെ ഭാവി തന്നെ മാറിമറിയാനെന്ന്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് വിഘ്നേഷ് പുത്തൂർ. യുവാക്കൾക്ക് ഒരു വലിയ മാതൃകയായി
ഈ ചെറുപ്പക്കാരൻ തൻ്റെ സ്വതസിദ്ധമായ സ്പിൻ കൊണ്ട് ഏവരെയും ആകർഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.